സനോപ് തൈക്കുടം, അദ്വൈത് നായർ എന്നിവർ എഴുതി അദ്വൈത് നായർ സംവിധാനം ചെയ്ത് റോഷൻ മാത്യൂസ്, അർജുൻ അശോകൻ, ഇഷാൻ ഷൗക്കത്ത്, വിശാഖ് നായർ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി അവതരിപ്പിക്കുന്ന ഏറ്റവും പുതിയ സിനിമയാണ് ചെത്താപ്പച്ച. ട്രെയിലറിലൊക്കെ നമ്മൾ കണ്ടുപോലെ തന്നെ ഒരു കോമഡി സ്പോർട്സ് മൂവിയാണ് ചെത്താപ്പച്ച. 90s കിഡ്സിനൊക്കെ ഒത്തിരി റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് WWE റെസ്ലിംഗ്. ഓക്കെ, സ്റ്റേജ്ഡ് ആയിട്ടുള്ള കോസ്റ്റ്യൂം ഗുസ്തികൾ. അപ്പോൾ അങ്ങനെയുള്ള 90s കിഡ്സിന് ഒത്തിരി റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറെ സംഭവങ്ങൾ കൂട്ടിയിണക്കിയാണ് ഈ മൂവി ചെയ്തിരിക്കുന്നത്. ശരിക്കും ഈ 90s കിഡ്സിന് ഒത്തിരി നൊസ്റ്റാൾജിക് ആയിട്ടുള്ള, ഞാനൊരു 90s കിഡാണ്, അപ്പോൾ എനിക്ക് ഒത്തിരി നൊസ്റ്റാൾജിക് ആയിട്ട് ഫീൽ ചെയ്തു. ബിക്കോസ് ഒരിക്കലെങ്കിലും നമ്മുടെ സഹോദരന്മാരോ കസിൻസോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ ആയിട്ട് നമ്മൾ കട്ടിലോ മൈതാനത്തൊക്കെ കിടന്ന് നമ്മൾ ഗുസ്തി പിടിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഈ റെസ്ലിംഗ് നമ്മൾ അഭിനയിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ട്രംപ് കാർഡുകൾ വെച്ചിട്ട് നമ്മൾ കളിച്ചിട്ടുണ്ടാവും റെസ്ലിംഗിന്റെ. അപ്പൊ അങ്ങനെയുള്ള ഈ 90s കിഡ്സിന് ഒത്തിരി നൊസ്റ്റാൾജിക് ആയിട്ട് ഫീൽ ചെയ്യുന്ന റെസ്ലിംഗിലെ പല മൂവ്സുകൾ കാര്യങ്ങളൊക്കെ ഈ മൂവിയിൽ പ്രതിപാദിക്കുന്നുണ്ട്. പിന്നെ മെയിൻ ക്യാരക്ടേഴ്സ് ആയിട്ടുള്ള വിട്രി ലോബോ, അതുപോലെ ലിറ്റിൽ ലോബോ, അതുപോലെ ലോക്കോ ലോബോ, ഇങ്ങനത്തെ 3 ക്യാരക്ടേഴ്സിനെ ചെയ്തിരിക്കുന്നത് അർജുൻ അശോകനും ഇഷാൻ ഷൗക്കത്തും അതുപോലെ നമ്മുടെ റോഷൻ മാത്യൂസും ആണ്. പക്ഷെ അവരെ കൂടാതെ ഈ സിനിമയിൽ കുറച്ച് പുതുമുഖ താരങ്ങളുണ്ട്. അതിനകത്ത് ഈ വെട്രി ആയിട്ടുള്ള റോഷൻ മാത്യൂസിന്റെ മകളായിട്ട് അഭിനയിക്കുന്ന റോസമ്മ മുതൽ ഭസ്മാസുരൻ എന്ന് പറഞ്ഞ, എനിക്ക് കുറച്ച് ഫേവറേറ്റ് ആയിട്ട് ഫീൽ ചെയ്ത ഭസ്മാസുരൻ, അങ്ങനെയുള്ള കുറച്ച് ക്യാരക്ടേഴ്സിനെ ചെയ്തേക്കുന്ന പുതുമുഖ താരങ്ങളുണ്ട്. അവർ ശരിക്കും പുതുമുഖ താരങ്ങളാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ തിങ്ക് മേ ബി ചെറിയ ചെറിയ റോളുകളിലൊക്കെ മേ ബി മുന്നേ ചിലപ്പോൾ ഷോർട്ട് ഫിലിംസിലും അല്ലാതെ മൂവീസിലൊക്കെ ആയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ബിക്കോസ് സംവാട്ട് ഫെമിലിയർ ആയിട്ട് ഫീൽ ചെയ്തു അവരെ. പക്ഷെ അവരുടെ പെർഫോമൻസുകളൊക്കെ എന്താ പറയാ, ആ ഒരു കോമഡി ഒന്നും നമുക്ക് ഒട്ടും അരോചകമായിട്ട് ഫീൽ ചെയ്യാതെ നല്ല നാച്ചുറൽ ആയിട്ട് തന്നെയുള്ള കോമഡി സീൻസ് ആണ് അതിനകത്ത് വരുന്നത്. അവിടെ ഇവിടെ ആയിട്ട് വരുന്ന ചെറിയ ഹ്യൂമേഴ്സ് ഒക്കെ നമുക്ക് ശരിക്കും ചിരിക്കാനുള്ള വകയുണ്ട്. മമ്മൂട്ടിയുടെ ഒരു ക്യാമിയോ വരുന്നുണ്ട്, അതിപ്പോ എല്ലാവർക്കും അറിയാം. അപ്പൊ ആ ക്യാമിയോ ആദ്യമേ മുതൽ ഹൈപ്പ് കൊടുത്തതും പിന്നെ ഐ തിങ്ക് മമ്മൂട്ടി വയ്യാതിരുന്ന സമയത്തൊക്കെയാണ് ഈ മൂവിയുടെ ഷൂട്ടൊക്കെ ചെയ്തേക്കെന്ന് തോന്നുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ പുള്ളിക്കാരന് ഡിസൈൻ ചെയ്ത കോസ്റ്റ്യൂം കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ പുള്ളിക്കാരൻ്റെ ഒരു ക്യാമിയോ മാത്രം ഈ മൂവിയിൽ ഒരു ഔട്ട് ഓഫ് ദ ബോക്സ് ആയിട്ട് കുറച്ച് എറിച്ച് നിൽക്കുന്നുണ്ട്. അതല്ലാതെ ബാക്കി എല്ലാ തരത്തിലും, അതായത് ഇതിന്റെ ആക്ഷൻ സീക്വൻസുകൾ, അതുപോലെ ജോബോണ്ടി ജോന്റെ ക്യാമറയാണ് ചെയ്തേക്കുന്നത്. പുള്ളിയുടെ ആ ഒരു ക്യാമറ ടീം നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്. കാരണം നമുക്ക് ആ ഒരു റെസ്ലിംഗിന്റെ ഒരു എഫക്റ്റ് നമുക്ക് തന്നേക്കുന്നത്, അതുപോലെ ലൈറ്റിങ്സ് ചെയ്തേക്കുന്നവര്, അതുപോലെ ബീജിയം ചെയ്തേക്കുന്നത്, അതൊക്കെ നമുക്ക് ശരിക്കും ആ റെസ്ലിംഗിന്റെ ഫീൽ നമുക്ക് തരുന്നുണ്ട്. പിന്നെ ആ ഒരു കോമഡി സ്പോർട്സ് മൂവി എന്നുള്ള രീതിയിൽ തന്നെ കൊണ്ടുപോയാൽ മതിയായിരുന്നല്ലേ ക്ലൈമാക്സ് വരെ. ബട്ട് ഇൻ ബിറ്റ്വീൻ ചെറിയൊരു സീരിയസ് എലമെന്റ്സ് ഒക്കെ ആഡ് ചെയ്ത് അത് കുറച്ച് എന്താ പറയുക, ലോജിക്കലി കുറച്ച് ഔട്ടായിട്ട് നിന്നു, അല്ലെങ്കിൽ കുറച്ച് അവർ എക്സ്പ്ലെയിൻ ചെയ്യാൻ വന്ന കുറച്ച് കാര്യങ്ങൾ ആ ഒരു സീരിയസ് ടോപ്പിക്സ് കുറച്ച് കൺവേ ആവാതെ പോയതുപോലെ എനിക്ക് ഫീൽ ചെയ്തു പേഴ്സണലി. മമ്മൂട്ടിയുടെ ഈ ഒരു ക്യാരക്ടറിനെ, പേഴ്സണലി ഞാനൊരു മമ്മൂട്ടി ഫാനാണ്, ബട്ട് സ്റ്റിൽ മമ്മൂട്ടിയുടെ ആ ഒരു ക്യാരക്ടറിനെ കൊണ്ടുവന്ന സമയത്ത് മേ ബി ലാലേട്ടനായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ആ ഒരു ഗുസ്തിയുടെ എലമെന്റ്സ് ഒക്കെ കുറച്ച് ലാലേട്ടന് വശമുള്ളത് കൊണ്ടും ആ ഒരു മെയ്വഴക്കമൊക്കെ ഉള്ളത് കൊണ്ടും, അതുപോലെ മേ ബി ഒരു പഴയ ഏതെങ്കിലും ലാലേട്ടൻ മൂവിയുടെ ഒരു റെഫറൻസോ വല്ലതും കാണിച്ച് നമുക്ക് അങ്ങനെ വല്ലതും ഇത് ചെയ്യായിരുന്നു. ഇത് മമ്മൂട്ടിക്ക് എന്താ പറയാ, പെർഫോം ചെയ്യാനുള്ള ഒരു ക്യാരക്ടർ അതിനകത്ത് ഇല്ലാത്ത പോലെ എനിക്ക് തോന്നി. കാരണം മൂപ്പരുടെ ഈ ഇടയ്ക്ക് വന്ന എല്ലാ മൂവീസിലും പുള്ളിക്കാരന്റെ പെർഫോമൻസ് കണ്ട് നമ്മൾ എന്താ പറയാ അസ്റ്റോണിഷ്ഡ് ആയിട്ട് നിന്നാണ്. അപ്പോൾ പുള്ളിക്ക് ഒട്ടും പെർഫോം ചെയ്യാൻ ഇല്ലാത്തതുപോലെ തോന്നിപ്പോയി ആ ഒരു ക്യാരക്ടറിൽ. അതുപോലെ തന്നെ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ശരിക്കും മൂവി ആവശ്യപ്പെടുന്നുണ്ട്. കാരണം ആ ഒരു റെസ്ലിംഗ് എഫക്റ്റ്, നമ്മൾ പണ്ട് മുതലേ റെസ്ലിംഗ് ചെറിയ സ്ക്രീനിൽ അത് പെട്ടി പോലത്തെ ടിവികളിലൊക്കെ കണ്ട് ശീലിച്ചേക്കുന്നവരാണ് 90s കിഡ്സ്. ശരിക്കും ഇതൊക്കെ സ്റ്റേജ്ഡ് ആയിട്ടുള്ള പരിപാടികളാണെന്ന് LCD TV LED ടിവികളൊക്കെ വന്നു കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് എന്നാലും നമ്മുടെ ഉള്ളിൽ ആ ഒരു 90s കിഡ്സിന്റെ ആ ഒരു ബാല്യത്തിനെ വളരെ കളർഫുൾ ആക്കിയ റെസ്ലിംഗ് ഇത്ര വൈഡ് സ്ക്രീനിൽ കാണുമ്പോഴേക്കും അത് വളരെ ഒരു പ്രത്യേക എക്സ്പീരിയൻസ് ആയിരുന്നു അത്. ആൻഡ് ആർട്ട് വർക്കും കാര്യങ്ങളെല്ലാം തന്നെ അടിപൊളിയായിട്ടാണ് ഈ മൂവിയിൽ ചെയ്തിരിക്കുന്നത്. ഓവറോൾ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആവശ്യപ്പെടുന്ന മൂവി തന്നെയാണ്. അപ്പൊ എല്ലാവരും മൂവീസ് തിയേറ്ററിൽ പോയി തന്നെ കാണുക. അപ്പൊ അടുത്ത റിവ്യൂ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺഡ്.